കൂട്ടാ, റെഡിയല്ലേ? ഐഷല്ലേ? ഈശലെ റെഡിയല്ലേ? ഈശൽ റെഡിയാണ്. ഇവിടെ കുറെ ചേട്ടന്മാര് കണ്ടുകാണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ റെഡിയല്ലേ? അപ്പൊ പിന്നെ എല്ലാവരും റെഡിയായി. അപ്പൊ റെഡിയായ സ്ഥിതിക്ക് നാടകത്തെ കുറിച്ച്, നാടകത്തിന്റെ മലയാളത്തിന്റെ ആചാര്യൻ ഞാനുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് തുടങ്ങണം. ഇവിടെ സാറിനോട് ഞാൻ സുരേഷോട് പറഞ്ഞിട്ടായിരുന്നു, നമുക്കൊരു ചെറിയ മുറിയിൽ കയറി നിൽക്കാൻ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട്. കയറി നിൽക്കാൻ ഒരു തട്ടും, പിന്നിൽ ഒരു മറയും, ഉള്ളിൽ നാടകവും കാണാൻ കാണികളുമുണ്ടെങ്കിൽ നാടകം സംഭവിക്കും. അപ്പൊ അത് സംഭവിച്ചു. എല്ലാം ഉണ്ട്, തട്ടുണ്ട്. പക്ഷെ ആ സങ്കല്പം മാറി. ആധുനിക നാടക സങ്കല്പത്തിൽ പിന്നിൽ മറ വേണമെന്നില്ല, ഒരു തട്ടുണ്ടായാലും മതി. അത് നാടകത്തിന്റെ പുരോഗതിയാണ്. അപ്പോൾ കൂടുതൽ പുരോഗതിയില്ലാതെ ഞങ്ങൾ ഈ കുഞ്ഞൻ നാടകത്തിലേക്ക് കടക്കുകയാണ്. ചിലപ്പോൾ പാളിച്ചകൾ സംഭവിക്കാം, അത് ഓപ്ഷനാണ്. എന്തുകൊണ്ട് പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുക്കുക, ഞങ്ങൾ ഉത്തരവാദികളല്ല. 15 പേരെ ചോദിച്ചിട്ട് MRC എനിക്ക് തന്നത് 5 പേരാണ്. ഇപ്പോൾ നോക്കിയ 1, 2, 3, 4, 5, 6, 7, 8 ഞാനടക്കം 9 ആളുകളുണ്ട്. 10 ചേട്ടനുണ്ട്. 5ൽ നിന്ന് 10 ആയത് തലേ ദിവസമാണ്. അത് രാത്രി ഫുട്ബോളെല്ലാം കഴിഞ്ഞ്, വെള്ളിയാഴ്ച ഫുട്ബോളെല്ലാം കഴിഞ്ഞ് 10 മണിയായപ്പോൾ ക്ഷീണിച്ച് ഇങ്ങനെയാണ് വന്നത്. മുടന്ന കാലമായിട്ട്, കാരണം ആരും വീട്ടിൽ കളിച്ച് പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അങ്ങനെയുള്ള ഈ ചേട്ടന്മാരൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ സാധനം തട്ടിക്കുട്ടി ഈ തട്ടിൽ കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന പിഴവുകൾ സംഭവിച്ചാൽ ഞങ്ങളോട് ക്ഷമിക്കണം. പക്ഷേ ഓണത്തിൽ ഞങ്ങൾ തകർക്കും. ഇപ്പൊ ശക്തമായ ടീമുണ്ട്, കുറെ ടീമുകൾ അവിടെയുണ്ട്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഞാനും വന്നാലോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായ സ്വാഗതം MRC പറയുകയാണ്. അനുവാദത്തോടുകൂടി ഞങ്ങൾ നാടകത്തിലേക്ക് കടക്കും. നാടകത്തെ കുറിച്ച് ഒരു വാക്ക്. ജീവിതത്തിന്റെ വഴികളിൽ, നമ്മൾ നടക്കുന്ന നടപ്പാതകളിൽ, വഴികളിൽ നിറയെ കുണ്ടും കുഴികളും ഉണ്ടായിരിക്കും. ചില ആളുകൾ ആ കുണ്ടും കുഴികളും കാണാതെ സ്ട്രെയിറ്റ് അവേ നടന്നു പോകും. പക്ഷെ പോകുന്ന വഴിയിൽ അവർ വീണ്ടും. എന്നാൽ ചില ആളുകൾ വളരെ സൂക്ഷ്മമായിട്ട് നടക്കുമ്പോൾ ഓരോ അടിയും സൂക്ഷ്മമായിട്ടാണ് വെച്ചു പോകുന്നത്. പക്ഷേ അവരുടെ ആ ജീവിത ദൂര യാത്രയിൽ അവർക്ക് പെട്ടെന്ന് അവരുടെ സ്ഥലത്തെത്താൻ സാധിക്കില്ല. കാരണം എന്താണ്? അത് സൂക്ഷ്മമാണ്, അത് സ്റ്റഡിയാണ്. അല്ലാത്ത ആളുകൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു, ഫാസ്റ്റായിട്ട് വീഴുന്നു. അതാണ് ഈ കുഞ്ഞൻ നാടകത്തിന്റെ ഇതിവൃത്തം. അപ്പൊ അതുകൊണ്ട് തുടങ്ങുന്നില്ല. നിങ്ങളെല്ലാവരും പരിപൂർണമായ നിശബ്ദതയുണ്ടെങ്കിൽ കേൾക്കാം. കാരണം കുഞ്ഞു മക്കളാണ്, ചെറിയ സൗണ്ട് സിസ്റ്റമാണ്. കേൾക്കണമെങ്കിൽ ശ്രദ്ധ വേണം. നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് തുടങ്ങുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം.